അപ്പോൾ നമ്മളിന്ന് മാർക്കോ സിനിമ കാണാൻ പോവാണ്. പത്മ തിയേറ്ററിലാണ്. പത്മ തിയേറ്ററിന് കൊച്ചിയിൽ പഴമയേറിയൊരു തിയേറ്ററാണ്. ഇപ്പോൾ അത് പുതുക്കിയെന്ന് പറയുന്ന കേട്ടു. ഞാൻ പോയിട്ടില്ല. പുതുക്കിയ ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ്. പണ്ടങ്ങണ്ട് പോയത്, എൻ്റെ ചെറുപ്പത്തിലങ്ങണ്ട് പോയതാണ്. നമ്മുടെ വണ്ടി ആകെ. നമസ്കാരം. സാരില്ല സാരില്ല. എന്തുണ്ട് വിശേഷം? ക്രിസ്മസ് ഒക്കെ എവിടെ വരെ? അറിഞ്ഞോടാത്. നമുക്ക് പട്മയിലോട്ട് പോയി തൽക്കാലം പട്മയിൽ പോയിട്ട് മാർക്കോ വേണം. മാർക്കോ ഓ യെസ്. എടപ്പള്ളിയിലാണോ ഈ പത്മ? നിന്റെ എം ജി റോഡാണോ പത്മ? എം ജി റോഡിലല്ലേ പത്മ? എം ജി റോഡിലെ പത്മ. എടപ്പള്ളിയിലുള്ളത് വനിതാ വിനിത. ഞാൻ കൺഫേം ചെയ്തിട്ട് ഇവിടുന്ന് പോകുള്ളൂ. എം ജി റോഡിലാണ് പത്മ. കുഴപ്പമില്ല. ഇല്ല ജോസ് കള്ളം പറഞ്ഞത് വിചാരിക്കും. അതാണ്. ബ്ലോക്കിൽ പെട്ടുപോയിനെ. ഇങ്ങോട്ടല്ലേ? സ്കാനറോടെ സ്കാനറോടെ എടുത്താ? കയ്യിലെടുത്താ? സ്കാനർ എടുത്താ? നമ്മുടെ സ്ക്രീൻ വന്നാണ്. സോറി ഡിയർ. ദേഷ്യപ്പെടല്ലേ? ബ്ലോക്കിൽ പെട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തുടങ്ങുന്നേ ഉള്ളൂ. അതെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട അതേ ആളാണ് ഈ വീഡിയോയിലുള്ളത്. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു മാർക്കോ കാണാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഞങ്ങൾ മാർക്കോ കണ്ടത് പത്മ തിയേറ്ററിലാട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് പത്മയിൽ പോണേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഡോൾബി അറ്റ്മോസ് ആണെങ്കിലും അതിൻ്റെ സ്ക്രീൻ ആണെങ്കിലും കൊള്ളാം. AC ഇല്ലായിരുന്നു. പിന്നെ സീറ്റിങ്ങും അത്ര നന്നല്ലായിരുന്നു. ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പൊളി. പ്രത്യേകിച്ച് പറയുന്ന സൗണ്ട് സിസ്റ്റം തന്നെയാണ്. സൗണ്ടിന്റെ ഒരു ഏരിയ ഇല്ലായിരുന്നു. അയ്യോ, അടിക്കുന്ന അടിയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ മാർക്കോയെ പറ്റി ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. സംഗതി നമ്മൾ ഇരുത്തി കളയും. അവിടെ ഇരുത്തില്ല, എഴുന്നേപ്പിക്കും. ഇവിടെ പേടിച്ചേ. ഒരു സീ വന്നപ്പോ ഞാൻ ചാടി കൈ അലറി. ഞാൻ വിചാരിച്ചു ദൈവം ഇത് വീണോന്ന്. കാരണം എന്താ വെച്ചാലേ ഒറ്റ ജമ്പ്. അപ്പൊ ഞാൻ ഒരു നോട്ടം. ഞാൻ പേടിച്ചു കേട്ടു സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു സീനിൽ എന്റെ അടുത്തിരുന്ന ചേട്ടൻ കൈയൊക്കെ പൊക്കിയിട്ട് ഇഞ്ചാതി ചാട്ടം. ഞാൻ നോക്കുമ്പോ എന്റെ നെഞ്ചത്തൊരു അടി. ഞാൻ നോക്കുമ്പോ ആ ചേട്ടൻ ചാടുക. മറ്റേ ഒരു തീ സാധനം കണ്ടിട്ട് അതിന്റെ ഒരു എനർജി ഇപ്പോഴും പോയിട്ടില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറിന്റെ അടുത്തായി. പക്ഷെ എന്നാലും റിവ്യൂ പറയാൻ വേണ്ടിട്ടില്ലേ ഇങ്ങനെ വിറക്കായിരുന്നു. വീട്ടില് ഇപ്പൊ ഞങ്ങള് വീട്ടിനടുത്താണുള്ളത്. വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഓടുമായിരുന്നു റിവ്യൂ എടുക്കാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഇനി ഏതായിരുന്നു നമ്മുടെ കാണാൻ പോകുന്ന സാധനം? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒക്കെ ഇതുപോലെ കാണണം. ബറോസ് ഒരു അടിപൊളി പടം പറയുന്നു. ചിലപ്പോ ഞങ്ങൾ അത് കാണാൻ പോകും. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെടും തോന്നുന്നു. അറിയത്തില്ല. ഒരു എന്താ പറയാ, ഒരു 3D സാധനമാണല്ലോ. അപ്പൊ നോക്കാം. കൊറേ പടക്കങ്ങളായതുകൊണ്ട് കണ്ടറിയണം. അതെ, നോക്കാം. നല്ല സാധനമാണെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. ഒരു സിനിമയ്ക്ക് ഒരു സിനിമ തന്നെയല്ലാന്ന് തോന്നുന്നു അല്ലേ? സാധനം ഓക്കെയാണ്. കഥ ഒരു അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ എല്ലാതും ഓടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. നല്ല ഇത് മാർക്കോ നല്ല പടം കേട്ടോ. പക്ഷെ ഇതിനകത്ത് ആക്ഷൻ സീൻസ് ഭയങ്കര ബ്രൂട്ടലാണ്. ബ്രൂട്ടലെന്ന് കുറ്റം പറഞ്ഞല്ല, കാണാൻ പറ്റാത്തൊരു പോവാതിരിക്കുക. സ്ത്രീകളും കുട്ടികളും പ്രത്യേകിച്ച്. കാരണം ഇത് 18+ A സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാവരുടെയും വിചാരം A സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള മൂവി എന്നാണ്. A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് കണ്ടന്റ് എന്നുള്ളതാണ്. മൊത്തത്തിൽ അഡൽട്ട് കണ്ടന്റ് വരുന്ന എന്തും A സർട്ടിഫിക്കറ്റിന് താഴെ വരും. അതൊരു ഇതാണ്. എന്നോട് ഇവളും ചോദിച്ചു A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിനല്ലേന്ന്. പക്ഷേ A സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് കണ്ടന്റ് എന്ന് എല്ലാം ഉൾപ്പെടും. അപ്പം 18+ ആണെന്നുള്ളത് ഓർക്കുക. അത്രയും ബ്രൂട്ടൽ സീൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ബ്രൂട്ടൽ സീൻസ് ഒക്കെ ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ പീക്കാണ്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ ബ്രൂട്ടൽ സീൻസ് ഉണ്ട്. ബ്രൂട്ടൽ സീൻസ് കാണാൻ പറ്റാത്തവർ പോകരുത്. അല്ലാത്തവർക്ക് അടിച്ച് കസറാൻ പറ്റിയ സിനിമയാണ്.
അപ്പോൾ എല്ലാവരും മാർക്കോ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോഴേ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഒരാൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് വന്നെന്ന് പറയുന്നത്. ഈ ട്രൈപോഡ് ക്രിസ്മസ് ഗിഫ്റ്റാണ്. അപ്പോൾ പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞു ഒരുമിച്ച് പൊട്ടിക്കാൻ. ഞാൻ കവറൊക്കെ കുറച്ച് പൊളിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു അൺബോക്സിങ് നടത്താമല്ലോ. ചില്ല സാധനം എൻ്റെ പൊന്നെ. ഇതാണ് ഇതിലെ ആശീർവാദ് ഖാൻ. അതെന്താ എഴുത്തുമുത്തുകള്? എന്തൊക്കെ മനസ്സിലാവില്ല. എന്തോ ഒരു സാധനം എന്താന്ന് മനസ്സിലാവില്ല. ഇതിന്റെ കാലാണ് ഇത് കൊള്ളാലോ. ഇത് പൊട്ടന്റെ മുഴുവൻ കിട്ടിയല്ലോ. അങ്ങനെയല്ലത് ഇത് തുറക്കണം. ഓ നൈസ് നൈസ് അല്ലേ? ആ ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായി. ഇത് മറ്റേ ഗ്രാബ് ഹാൻഡിലാ. ഇതെന്താ മേടിച്ചാൽ പറയും. തുറക്കണ്ടേ? സംഭവം മനസ്സിലായി. ഇങ്ങനെ കൊണ്ടു നീ ബാക്കി അങ്ങനെ പൊക്കുന്നുള്ളതാണ്. അയ്യോ മതി അറിയില്ല. എന്തുവല്ല എനിക്ക് പോകുന്നുണ്ട്. അയ്യോ നിന്റെ കാലിനധികം ബലമില്ല. ഈ സാധനത്തിന് ബലമില്ല, ബലം കുറവാ. ശരിയാ ശരിയാ. ലൂസില്ല, ബലക്കുറവുണ്ട് ചെറുതായിട്ട്. കൊള്ളാണ്ട് അതൊന്നും നല്ല ടൈറ്റ്. വീഡിയോ എടുക്കാൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേന്നോ? പിന്നെ നമ്മൾ ഇതിനെ തിരിച്ച് മടക്കുന്നത് എന്താ അല്ല കൊള്ളാം. ഇത് എങ്ങനെ മടക്കുന്നുള്ള നോക്കിയതാ. ഓ എടാ ഇതേ ഇത് റിമോട്ടാ. അത് ശരി. അപ്പൊ ഇതോ ഇത് വെറുതെ ഇതോ അത് അതെ ഞാൻ പറയാണെങ്കിലേ ഇതിന്റെ സാധനല്ലേ ഇതെങ്ങാനും പൊട്ടാൻ ചാൻസുണ്ട്. ആകയാൽ ട്രൈപോഡൊക്കെ നന്നാക്കുന്ന സ്ഥലല്ലേ അവിടെ കമ്പിയുടെ സ്ഥലട്ടാ മതി. ഇങ്ങനത്തെ അല്ല ഇത് കണ്ട ഒരു വിളക്കം. ഇത് അവരോടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാ നമ്മളെ ഭയങ്കര ട്രൈപോഡില്ലേ നമ്മുടെ ഈ ക്യാമറയ്ക്കൊക്കെ ഫിറ്റ് ചെയ്യണ അതിന്റെ കമ്പിന്റെ പേര് നോക്കാം. അങ്ങനെ പക്ഷെ നിങ്ങൾ അങ്ങനെ അധ്വാനപരമായ പരിപാടികൾ ചെയ്യാത്തതാണ്. ആവശ്യം പറ്റിയിരിക്കും. അപ്പോ സാധനങ്ങളൊക്കെ ഉഷാറോട്ടെ. താങ്ക് യു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഇന്നലെ വീഡിയോ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു. റിവ്യൂവും ഈ അൺബോക്സിങ്ങും ഒരുമിച്ചിട്ടാലോ? ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ചു. റിവ്യൂ വേറെയും അൺബോക്സിങ് വേറെ ഇട്ടാലോ എന്ന്. പക്ഷെ എന്തോ കൂടെ സിങ്ക് ആവില്ല. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ചിട്ടത്. എൻ്റെ ഒരു പാറ്റേൺ ഇതാണല്ലോ, അതുകൊണ്ടാട്ടോ. നിങ്ങൾക്ക് റിവ്യൂ വീഡിയോ വേറെയും ഇതേപോലുള്ള വ്ളോഗ് വേറെയായിട്ട് കാണണം താല്പര്യം അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇനി മുതൽ റിവ്യൂസ് എടുക്കുന്ന സമയത്ത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടെ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. അതൊരു എനിക്ക് ആ സിനിമാറ്റിക്കിൽ സംസാരിച്ചിട്ട് സൗണ്ടൊന്നും ഇല്ല. സൗണ്ടൊക്കെ പോയി കാറി കൂവി പൊളിച്ചിട്ടേ സൗണ്ടൊന്നും ഇല്ല. അപ്പോൾ നാളെ കാണാം കേട്ടോ.